ലോകരാജ്യങ്ങൾക്കിടയിലെ ഏകാധിപതി സ്ഥാനം കൈയാളുന്ന ട്രംപിനെ ഇന്ത്യക്ക് മുന്നിൽ മുട്ടുകുത്തിച്ച് പ്രധാനമന്ത്രിയുടെ തന്ത്രങ്ങളെ അതീവ ജാഗ്രതയോടുകൂടിയാണ് ഓരോ രാജ്യങ്ങളും നോക്കിക്കാണുന്നത്. ഭീഷണികളെ വകവയ്ക്കാത്ത നരേന്ദ്രമോദി എന്ന നേതാവ് രാജ്യത്തിന്റെ വളർച്ചയ്ക്കാണ് പ്രാധാന്യം നൽകുന്നത്. അതുകൊണ്ട് തന്നെ വിദേശ രാജ്യങ്ങളും അറബ് രാഷ്ട്രങ്ങളും ഉഭയകക്ഷി ബന്ധങ്ങളും നയതന്ത്രങ്ങളും കൂടുതൽ ആഴത്തിലാക്കാൻ മോദിയെ ക്ഷണിക്കുന്നുണ്ട്. ഇപ്പോഴിതാ പ്രധാനമന്ത്രി ഡാറ്റോ സെരി അൻവർ ഇബ്രാഹിമിന്റെ ക്ഷണപ്രകാരം ഫെബ്രുവരി 7 മുതൽ 8 വരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മലേഷ്യയിലെ ക്വാലാലംപൂരിലേക്ക് ഔദ്യോഗിക സന്ദർശനം നടത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക പ്രസ്താവനയിൽ പറയുന്നു. ഇത് പ്രധാനമന്ത്രിയുടെ മലേഷ്യയിലേക്കുള്ള 3ാമത്തെ സന്ദർശനമായിരിക്കും. കൂടാതെ 2024 ഓഗസ്റ്റിൽ ഇന്ത്യ മലേഷ്യ ഉഭയകക്ഷി ബന്ധം സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തത്തിലേക്ക് ഉയർത്തിയതിനു ശേഷമുള്ള ആദ്യ സന്ദർശനവുമാണിത്. സന്ദർശന വേളയിൽ പ്രധാനമന്ത്രി മോദി പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ഇന്ത്യൻ സമൂഹത്തിലെ അംഗങ്ങളുമായും വ്യവസായ ബിസിനസ് പ്രതിനിധികളുമായും പ്രധാനമന്ത്രി സംവദിക്കും. പ്രധാനമന്ത്രിയുടെ സന്ദർശന വേളയിൽ 10ാമത് ഇന്ത്യ മലേഷ്യ സിഇഒ ഫോറവും നടക്കുമെന്ന് പ്രസ്താവനയിൽ പറയുന്നു. ചരിത്രപരവും നാഗരികവും സാംസ്കാരികവുമായ ബന്ധങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ദീർഘകാല സൗഹൃദ ബന്ധമാണ് ഇന്ത്യയും മലേഷ്യയും പങ്കിടുന്നത്. ലോകത്തിലെ 3ാമത്തെ വലിയ രാജ്യമായ മലേഷ്യയിൽ 2.9 ദശലക്ഷം വരുന്ന ഇന്ത്യൻ പ്രവാസികളുടെ സാന്നിധ്യം ഈ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നു. ഇന്ത്യ മലേഷ്യ ബന്ധം ബഹുമുഖവും വളർന്നു വരുന്നതുമാണ്. വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം, സുരക്ഷ, സമുദ്ര സഹകരണം, ഡിജിറ്റൽ സാമ്പത്തിക സാങ്കേതിക വിദ്യ, ഊർജം, ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം, സംസ്കാരം, വിനോദസഞ്ചാരം, ജനങ്ങൾ തമ്മിലുള്ള ബന്ധം തുടങ്ങിയ ഉഭയകക്ഷി സഹകരണത്തിന്റെ മുഴുവൻ ശ്രേണിയും അവലോകനം ചെയ്യുന്നതിനും പരസ്പര പ്രയോജനത്തിനായി ഭാവിയിലെ ഇടപെടലിനുള്ള പാത ഒരുക്കുന്നതിനും പ്രധാനമന്ത്രിയുടെ വരാനിരിക്കുന്ന സന്ദർശനം ഇരു നേതാക്കൾക്കും ഒരു അവസരമായി വർത്തിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയ പ്രസ്താവന എടുത്തു പറഞ്ഞു. കഴിഞ്ഞ ഒക്ടോബറിൽ ക്വാലാലംപൂരിൽ നടന്ന ആസിയാൻ ഉച്ചകോടിക്കിടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ മലേഷ്യൻ വിദേശകാര്യമന്ത്രി മുഹമ്മദ് ഹാജി ഹസനെ സന്ദർശിച്ച് ഉഭയകക്ഷി സഹകരണത്തിലെ പുരോഗതിയെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു. കൂടിക്കാഴ്ചയിൽ വിദേശകാര്യമന്ത്രി ജയശങ്കറും മുഹമ്മദ് ഹാജി ഹസനും മ്യാൻമാറിലെ നിലവിലെ സ്ഥിതിഗതികൾ ചർച്ച ചെയ്യുകയും ചെയ്തു. ഉൾപ്പെടുത്തലും സുസ്ഥിരതയും എന്ന വിഷയത്തെ ആസ്പദമാക്കി 47ാമത് ആസിയാൻ ഉച്ചകോടിയും അനുബന്ധ ഉച്ചകോടികളും മലേഷ്യയുടെ അധ്യക്ഷതയിൽ നടന്നു. ക്വാലാലംപൂരിൽ നടന്ന 20ാമത് കിഴക്കനേഷ്യ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി മോദിയെ പ്രതിനിധീകരിച്ച് വിദേശകാര്യമന്ത്രി പങ്കെടുത്തു. മലേഷ്യയുടെ അധ്യക്ഷതയിൽ നടന്ന ഉച്ചകോടി വാർഷിക സംഭാഷണത്തിൽ പ്രധാനമന്ത്രി മോദിയുടെ തുടർച്ചയായ 12ാമത്തെ പങ്കാളിത്തമായി മാറിയിരുന്നു. നേതാക്കൾക്ക് ഉഭയകക്ഷി പുരോഗതി വിലയിരുത്തുന്നതിനും കൂടുതൽ ആഴത്തിലുള്ള സഹകരണം രൂപപ്പെടുത്തുന്നതിനുമുള്ള ഒരു വേദിയായി ഇത് പ്രവർത്തിച്ചു. ആസിയാന്റെ 11ാമത്തെ അംഗമായി ഔപചാരികമായി പ്രവേശിച്ചതിനുമേൽ ലെസ്റ്റയെ പ്രധാനമന്ത്രി മോദി തന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ ഹൃദയംഗമായ അഭിനന്ദനങ്ങൾ അറിയിച്ചു. അവരുടെ പ്രതിനിധി സംഘത്തെ സ്വാഗതം ചെയ്യുകയും അതിന്റെ മാനുഷിക വികസനത്തിന് ഇന്ത്യയുടെ പിന്തുണ വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.